അങ്ങനെ ആറ്റ് നോറ്റിരുന്ന് ഞങ്ങളുടെ ഡ്രസ്സ് എത്തിയിട്ട് കേട്ടോ. ഇത് പാർക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കണ്ടാവില്ലേ, വേറെ ആർക്കാ, നമ്മുടെ ഓഗിക്കുട്ടിക്ക് ഒന്നാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഈ കുഞ്ഞു ഓഗി മോൾക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുന്ദരിയായിട്ടിരിക്കുകയാണ്. ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ് കക്ഷി. ഇതൊന്നല്ല, ഇതിനേക്കാൾ നന്നായിട്ടൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഈ ഒന്നാമത്തെ പിറന്നാൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചു. ഞങ്ങളതേ ഓഗി മോളെ കൊണ്ട് കട്ട് ചെയ്യിക്കുകയാണ്. അങ്ങനെ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞു. നാൽപ്പത്തിയെട്ട് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഓഗി മോള് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത്. അതിനിടയ്ക്ക് കുറച്ച് സങ്കടകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് അവളെ തിരിച്ചൊക്കെ കിട്ടി. ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി, പിന്നെ വീണ്ടും തിരിച്ചു കിട്ടി. അപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കേണ്ടവളാണെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. സത്യം പറഞ്ഞാൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ തന്നതാണെന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓഗിക്കുട്ടി. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു മക്കൾ നമ്മളെങ്ങനെയാണ്, നമ്മുടെ വീട്ടിലുള്ളൊരു കുഞ്ഞു കൊച്ചുങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവരും. അത്രയ്ക്കും അറ്റാച്ച്ഡും ഭയങ്കര ഒരു എന്താ പറയുക ഇമോഷനും എല്ലാ കാര്യങ്ങളും മനുഷ്യരെ പോലെ തന്നെ. അപ്പോൾ ഓഗി മോൾക്ക് കേക്ക് കട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഞങ്ങളും ഓരോ തവണ ഓരോന്ന് വാങ്ങുമ്പോൾ ഓരോ വെറൈറ്റിയാണ് ഇവർ സെലക്ട് ചെയ്തെടുക്കാറുള്ളത്. കഴിക്കാത്ത കേക്കുകൾ സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് പിസ്താഷ്യൂവിൻ്റെയും പിന്നെ ഒന്ന് റോസ് പെറ്റൽസൊക്കെ വെച്ചിട്ടുള്ള വേറൊരു ചോക്ലേറ്റ് കേക്കൊക്കെ ആയിരുന്നു. മിൽക്ക് കേക്ക്സ് ആണ് ഇത്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ബർത്ത്ഡേകൾക്ക് സമ്മാനം കൊടുക്കണ്ടേ. അപ്പോൾ അതേ ഫസ്റ്റ് പെറ്റ്സിൽ നിന്നാണ് ഞങ്ങളെല്ലാം വാങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് പെറ്റ്സിൽ നിന്ന് ഇവൾക്കുള്ള ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെയും ക്യാരറ്റിൻ്റെയും സിപ്പപ്സ് ആണ് കേട്ടോ. അത് ആണ് അവൾക്ക് ഞങ്ങൾ ഇത്തവണ വാങ്ങിച്ചേണേ. കുറേ സിപ്പപ്സ് ഉണ്ട്, ട്രീറ്റായിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ ബോൺ വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതേപോലെ അവൾക്ക് ഇഷ്ടമുള്ള സോസേജസ് 2 സോസേജ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ വേറൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്സാണത്. അതുപോലെ ഒരു ബോട്ടിൽ ബിസ്ക്കറ്റ്സ് പിന്നെ എപ്പോഴും വേണം അവൾക്ക്. എന്തെങ്കിലുമൊക്കെ അവൾ ചെയ്ത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന സമയത്താണെങ്കിലും ഇവർക്ക് ട്രീറ്റ് പോലെ ഇത് കൊടുത്ത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഡിവേം ചെയ്യാനുള്ളത് വാങ്ങിച്ച മരുന്നുണ്ട്, പിന്നെ ഷാമ്പു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു യോഗിയുടെ ഗിഫ്റ്റുകൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.